വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കേടെറ്റ് നാച്ചുറൽ സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ലേൺ ചാനലിലൂടെ ചെയ്യുന്നത്. കേടെറ്റ് നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് കടക്കാം. കേടെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു മൊളസ്ക? ഓപ്ഷൻസ് നോക്കാം. ക്രേഫിഷ്, jellyfish, cuttlefish and hagfish. അതിൽ crayfish coming under phylum Arthropoda, jellyfish coming under Cnidaria, hagfish coming under phylum Chordata. അപ്പോൾ ഏതായിരിക്കാം റൈറ്റ് ആയിട്ടുള്ള ആൻസർ? മൊളസ്കയിൽ വരുന്നത് കട്ടിൽ ഫിഷ് എന്നുള്ളതായിരിക്കാം ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Who proposed the recapitulation theory? Recapitulation theory ആര് പ്രപ്പോസ് ചെയ്തതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ലാമാർക്കാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തെ ആൻസർ ഡാർവിൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഹ്യൂഗോ ഡീബ്രീസ്. നാലാമത്തെ ഹേക്കൽ. ദ തിയറി ഓഫ് റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ഹേക്കലാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. എന്താ തിയറി ഓഫ് റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്? ബയോജെനറ്റിക് ലോ എന്നുള്ളതാണ്. ആ പേരിലും കൂടി നമ്മൾ അറിയപ്പെട്ടിരുന്നു. ബയോജെനറ്റിക് ലോ അല്ലെങ്കിൽ റീക്യാപിറ്റുലേഷൻ തിയറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹേക്കലാണ് അതിൻ്റെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 10% energy transfer law in food chain was first given by Lindemann, Tansley, Elton and Odom. ഇതിൽ ആരാണെന്നാണ് റൈറ്റ് ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. റെയ്മണ്ട് ലിൻഡേമാൻ ഗേവ് 10% ഓഫ് എനർജി ട്രാൻസ്ഫർ ലോ ഓഫ് ലിൻഡേമാൻസ് ട്രോപ്പിക് എഫിഷ്യൻസി റൂൾ ഇൻ ഫുഡ് ചെയിൻ. The 10% energy is transferred from one tropic level to the next successive tropic level according to this rule. ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് സക്സസീവ് ആയിട്ട് 10% ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് കണ്ടെത്തിയത് ലിൻഡേമാൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 10% എനർജി ട്രാൻസ്ഫർ ലോ ഇൻ ഫുഡ് ചെയിൻ വാസ് ഫസ്റ്റ് ഗിവൺ ബൈ ലിൻഡേമാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ പാരമേസിയം the process of reconstruction of nuclei in a single individual which takes place without the fusion of gametic nuclei is known as. ഏതാണ് ഇതിൽ ഓപ്ഷൻ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സൈറ്റോജെനിസിസ്, ഓട്ടോമിക്സിസ്, എർനിസിക്സ്, എൻഡോമിക്സിസ് എന്നുള്ളതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിൽ സൈറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ദ ഒറിജിൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സെല്ലിന്റെ ഒറിജിനും അതിന്റെ ഡെവലപ്മെന്റിനുമാണ് നമ്മൾ സൈറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓട്ടോമിക്സിസ് എന്ന് പറഞ്ഞാൽ is the fusion of nuclei or gametic derived from the same individual. ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ആണ് ഗാമീറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ സെയിം ഇൻഡിവിജ്വൽ എന്ന് വരുന്ന ഫ്യൂഷൻ ആണ്. ലാസ്റ്റ് നോക്കൂ, എൻഡോമിക്സിസ് ഈസ് എ പീരിയോഡിക് ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ ഇൻ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? പാരമേസിയം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, endomyxis. In paramecium, the process of reconstruction of nuclei in a single individual which takes place without the fusion of gametic nuclei is known as endomyxis. അടുത്തത് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻ വിച്ച് ഓഫ് ദി കനാൽ സിസ്റ്റം സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് ബൈ കോയനോസൈറ്റ്സ്? ആസ്കനോയിഡ് ടൈപ്പ്, സൈക്കനോയിഡ് ടൈപ്പ്, ല്യൂക്കനോയിഡ് ടൈപ്പ് ആൻഡ് സൈക്കനോയിഡ് ആൻഡ് ല്യൂക്കനോയിഡ് ടൈപ്പ്. ഇത് എന്താണെന്നാണ് നമ്മൾ അടുത്ത ഒരു ഫിഗറിൽ നോക്കുന്നത്. ടൈപ്സ് ഓഫ് കനാൽ സിസ്റ്റംസ് ആണ്. ആസ്കനോയിഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലേറ്റഡ് സ്പോഞ്ചോസീലാണ് ഉള്ളത്. ഫ്ലജല്ലേറ്റഡ് സ്പോഞ്ചോസീലാണ് ഇതിനുള്ളിൽ ഉള്ളത്. സൈക്കനോയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലേറ്റഡ് കനാൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ല്യൂക്കനോയിഡ് എന്നുള്ളതിൽ ഫ്ലജല്ലേറ്റഡ് ചേമ്പേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. ചേമ്പേഴ്സിൽ ഫ്ലജല്ലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഏതാണ് ടൈപ്സ് ഓഫ് കനാൽ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഇൻ വിച്ച് ഓഫ് ദ കനാൽ സിസ്റ്റം സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് ബൈ കൊയനോസൈറ്റ് എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ആസ്കനോയിഡ് ടൈപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫ്ലജല്ലേറ്റഡ് സ്പോഞ്ചോസീലിലാണ് ലൈൻ ചെയ്തിട്ടാണ് കൊയനോസൈറ്റ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിമാറ്റോസൈറ്റ്സ് ആർ പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈലം? നിമാറ്റോസൈറ്റ്സ് ഏതിലാണ് കാണുന്നതെന്നാണ് ഓപ്ഷൻസ് നോക്കാം. നിഡേറിയ, പൊരിഫറ, നെമാറ്റി ഹെൽമിന്തസ് ആൻഡ് എക്കിനോഡെർമേറ്റ. നിമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് എലോങ്ങേറ്റഡ് ഓർ സ്പെറിക്കൽ ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ ദ മെമ്പർ ഓഫ് ദ ഫൈലം നിഡേറിയ. നിഡേറിയയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് നിമാറ്റോസിസ്റ്റ് എന്നുള്ളത്. മൈന്യൂട്ട് ആയിട്ട് എലോങ്ങേറ്റഡ് സ്പെറിക്കൽ ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ ദ മെമ്പർ ഓഫ് ദ ഫൈലം നിഡേറിയ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നിമാറ്റോസൈറ്റ്സ് കാണുന്നത് നിഡേറിയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹൈപ്പർബോളിക്, ഹൈപ്പോബോളിക്, സിഗ്മോയിഡ്, ലീനിയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിന് കൊടുത്തിട്ടുള്ളത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഓഫ് ഹീമോഗ്ലോബിൻ ഏത് സമയത്തും അതെന്തായിരിക്കും? ഒരു സിഗ്മോയിഡ് കർവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സിഗ്മോയിഡ് ആയിട്ടാണ് ആ കർവ് കാണുന്നത്. അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഓർത്തു വെക്കുക. സിഗ്മോയിഡ് ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഓഫ് ഹീമോഗ്ലോബിന്റെ ഷേപ്പ് എങ്ങനെ? സിഗ്മോയിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സീറോസിസ് ഈസ് കോസ്ഡ് ബൈ ടേക്കിംഗ് എക്സസ് ഓഫ് നിക്കോട്ടിൻ, ആൽക്കഹോൾ, ഒപ്പിയം, കൊക്കൈൻ. ഏതാണ് റൈറ്റ് ആൻസർ? നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ആൽക്കഹോൾ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മളുടെ കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സീറോസിസ് എന്ന് പറയുന്നത്. ലിവറിന്റെ സെല്ല് ഡാമേജ് ആകുന്നതാണ് സീറോസിസിന് കാരണം. എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ ആണ് ലിവർ സീറോസിസ് ഉണ്ടാവാൻ കാരണം. ലിവർ നമ്മളുടെ ശരീരത്തിൽ റീജുവനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ്. അപ്പൊ സീറോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, എക്സസീവ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ ആണ് അതിന് കാരണമായിട്ടുള്ളത്. അപ്പൊ മദ്യപാനം കൊണ്ടാണ് നമുക്ക് ലിവർ സീറോസിസ് ആളുകളിൽ വരുന്നതെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. സാർക്കോലെമ്മ ഈസ് മെംബ്രെയിൻ ഫൗണ്ട് ഇൻ. സാർക്കോലെമ്മ എന്ന് പറയുന്ന മെംബ്രെയിൻ എവിടെയാണ് കാണുന്നത് എന്നാണ് ചോദ്യം. സാർക്കോലെമ്മ ഈസ് മെംബ്രെയിൻ ഫൗണ്ട് ഇൻ ഡാഷ്. നെർവ് ഫൈബർ, സ്കെൽറ്റൽ മസിൽ ഫൈബർ, കാർഡിയാക് മസിൽ, ഹേർട്ട്. Sarcolemma is the membrane found over skeletal muscle fiber. സ്കെൽറ്റൽ മസിൽ ഫൈബറിൽ കാണപ്പെടുന്നതാണ് ഏത്? സാർക്കോലെമ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സ്കെലിറ്റൽ മസിൽ ഫൈബർ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് കേട്ടറ്റ് എക്സാംസ് ഒരിക്കലും കടന്നു പോകാറില്ല. അപ്പൊ നമുക്ക് നോക്കാം. ദ റെഗുലർ സീക്വൻസസ് ഓഫ് സെൽ സൈക്കിൾ ഈസ് എസ് G1 M G2, G1 S M G2, G1 S G2 M, G1 G2 S M. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും എക്സാം ഹാളിൽ വെച്ചിട്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ദ സെൽ സൈക്കിൾ ഈസ് 4 സ്റ്റേജ് പ്രോസസ് ഇൻ വിച്ച് ദ സെൽ ഇൻക്രീസ് ഇൻ സൈസ്. ഗ്യാപ്പ് 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ G1 സ്റ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കിട്ടി G1 ആണ് കറക്റ്റ്. സീക്വൻസിൽ ഫസ്റ്റ് വരുന്നത് G1 ആണ്. കോപ്പീസ് ഇറ്റ്സ് DNA, സിന്തസിസ് ഓർ എസ് സ്റ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ G1 വന്നു, പിന്നെ എസ് വന്നു. പ്രിപ്പയർ ടു ഡിവൈഡ്, ഡിവിഷൻ ആരംഭിച്ചു G2 ഫേസിലാണ്. അപ്പോൾ G1 S G2 എന്ന് വന്നു. ആൻഡ് ഡിവൈഡ്സ് മൈറ്റോസിസ് ഓർ എം സ്റ്റേജ്. അപ്പൊ എങ്ങനെയാ വന്നത്? G1 S G2 M, G1 S G2 M എന്നുള്ളതാണ് ഓപ്ഷൻ നോക്കേണ്ടത്. G1 S G2 M. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. G1 S G2 M എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള
ആൻസർ എഴുതേണ്ടത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് നോക്കൂ, ഹീമോഫീലിയ ഈസ് കോസ്ഡ് ബൈ. ഹീമോഫീലിയ നമുക്കറിയാം റോയൽ ഡിസീസ് എന്നൊക്കെ പറയുന്ന അസുഖമാണ് ഹീമോഫീലിയ. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതാണ്? എക്സ്ട്രാ ഓട്ടോസോം, എക്സ്ട്രാ സെക്സ് ക്രോമസോം, ജീൻ മ്യൂട്ടേഷൻ ഇൻ സെക്സ് ക്രോമസോം, ജീൻ മ്യൂട്ടേഷൻ ഇൻ ഓട്ടോസോംസ്. എന്തിന്റെ കാരണത്താലാണ് നമുക്ക് ഹീമോഫീലിയ എന്നുള്ള ഒരു അസുഖം ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ? ജീൻ മ്യൂട്ടേഷൻ ഇൻ സെക്സ് ക്രോമസോമിലെ ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത്. ജീൻ മ്യൂട്ടേഷൻ ഇൻ സെക്സ് ക്രോമസോം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുമാണ്. ആനിമൽസ് ലീഡിംഗ് അക്വാറ്റിക് ലൈഫ് ഷോസ് അഡാപ്റ്റേഷൻ നാറ്റോറിയൽ, വോളന്റ്, കർസോറിയൽ, ഫോസോറിയൽ. ഇതിലെ റൈറ്റ് ആൻസർ എന്താണ്? നാറ്ററ്റോറിയൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ആ ഒരു നാറ്ററ്റോറിയൽ ലെഗ്സ് നമുക്ക് കാണാം. അക്വാട്ടിക് ലൈഫിന് ഒരു ഈസി ആയിട്ടുള്ള മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്ന ഒരു ഓർഗനായിട്ട് നാറ്ററ്റോറിയൽ ലെഗ്സ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അനിമൽ ലീഡിങ് അക്വാട്ടിക് ലൈഫ് ഷോസ് അഡാപ്റ്റേഷൻ നാറ്ററ്റോറിയൽ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ദ ഹോർമോൺ that promotes reabsorption of water from glomerular filtrate is vasopressin, oxytocin, relaxin, calcitonin. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, വാസോപ്രസിൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് പ്രീവിയസ് വീഡിയോസിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, crossing over takes between sister and non-sister chromatids, sister chromatids, non-sister chromatids, സെൻട്രോമിയർ. ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്, എന്തിനിടയ്ക്കാണ് നടക്കുന്നത് എന്നാണ്. ക്രോസിംഗ് ഓവർ എപ്പോഴും നടക്കുന്നത് എവിടെയാണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിലാണ് അല്ലെ. ക്രോസിംഗ് ഓവർ ടേക്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സിഫിലിസ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പോൾ സിഫിലിസ് ഈസ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ്ഡ് ബൈ. എന്തിനെ കൊണ്ടാണ് സിഫിലിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലെപ്റ്റോസ്പൈറ, പാസ്ചുറെല്ല, ട്രെപ്പനോനിമ ആൻഡ് വിബ്രിയോ. വിബ്രിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോഴേ ഓർമ്മ വേണം, വിബ്രിയോ കോളറെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ട്രിപ്പോനിമ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് നമ്മൾ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നിങ്ങൾ മനസ്സിരുത്തി നിങ്ങൾ പഠിച്ചെടുക്കുക. ചിലപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും അതിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു നോട്ട് കരുതണം. നിങ്ങളുടേതായിട്ടൊരു നോട്ട് കരുതി നിങ്ങൾ അതിൽ മുന്നേറണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ഒരു ജോലി, ഇതെല്ലാം നിങ്ങളുടെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് മാറ്റുക. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് വീഡിയോ ചാനൽസ് ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്. എല്ലാം കാണുക. ഒന്ന് മാത്രം എന്നല്ല, എല്ലാം കാണുക. എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് 1 or 2 അറിവെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിനെ നല്ല കാര്യമായിട്ട് അതിലൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.